നമസ്കാരം. എല്ലാ ദിവസവും വൈകിട്ട് 7 മണിക്കുള്ള മാർക്കറ്റ് ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ സിയാദ് ഇല്ലിഗൽ. ഗംഭീരമായിട്ടുള്ളൊരു ദിവസം IT സെക്ടറിൻ്റെയും ഓട്ടോമൊബൈൽ സെക്ടറിൻ്റെയും ബാങ്കിങ് സെക്ടറിൻ്റെയും എല്ലാം തന്നെ കൂട്ടായിട്ടുള്ളൊരു പ്രവർത്തനത്തിൻ്റെ ഫലമായിട്ട് ഇന്ന് നിഫ്റ്റിയിലെ എല്ലാ ഇൻഡെക്സും ഗ്രീനിൽ ക്ലോസ് ചെയ്തു. 24,500 മുകളിൽ നിഫ്റ്റിക്ക് ക്ലോസ് ചെയ്യാനായിട്ട് സാധിച്ചു. നിഫ്റ്റിയുടെ ചാർട്ട് നമുക്കൊന്ന് നോക്കാം. നിഫ്റ്റിയുടെ ചാർട്ട് കാണാം. ഒരു ഗ്യാപ്പ് അപ്പിൽ ഓപ്പൺ ചെയ്തു. എന്നാൽ പെട്ടെന്ന് തന്നെ നിഫ്റ്റിയിലൊരു ഫോള് കണ്ടു. ഇന്നലത്തെ ആ ഒരു ക്ലോസിങ്ങിൻ്റെ പരിസരത്തേക്ക്, അതായത് ചാർട്ടിൽ വ്യക്തമായി കാണാം, 194 പോയിൻ്റാണ് ഇന്നത്തെ ആദ്യത്തെ 10 മിനിറ്റിൻ്റെ ഹൈയിൽ നിന്ന് മാർക്കറ്റ് ഫോളോ ആയത്. അതിനുശേഷം 24,200 സപ്പോർട്ട് എടുത്ത നിഫ്റ്റി പിന്നീടാണ് അതിൻ്റെ ഒരു ശക്തമായൊരു റാലിയിലേക്ക് 337 പോയിൻറ്റിൻ്റെ ഒരു റാലിയിലേക്ക് നിഫ്റ്റി കുതിച്ച് പോയിട്ടുള്ളത്. നിഫ്റ്റിയിൽ ഇന്ന് IT കമ്പനിയായിട്ടുള്ള വിപ്രോ, IT കമ്പനിയായിട്ടുള്ള ടെക്കം, സിമെൻറ്റ് സെക്ടറിലുള്ള ഗ്രാസിം, ഓട്ടോമൊബൈൽ സെക്ടറിൽ നിന്ന് M&Mൻ്റെ പുതിയ താറ് വാഹനം അവർ ബുക്കിങ്ങും തുടങ്ങിയിട്ടില്ല, പക്ഷേ ഇന്നലെ ലോഞ്ചിങ്ങും കാര്യങ്ങളൊക്കെ നടന്നു. ടാറ്റ മോട്ടോഴ്സും അതുപോലെ തന്നെ കർവ്, അതും ബുക്കിങ്ങും തുടങ്ങിയിട്ടില്ല, പക്ഷേ അത് നമുക്കറിയാം, അത് ഓൾറെഡി തന്നെ അതിൻ്റെ ഈ താറുള്ളൂ. M&Mഉം അതിൻ്റെ നമുക്ക് ആക്ച്വലി ഇപ്പോൾ KYC എല്ലാം തന്നെ പൂർത്തിയാക്കാം. KYC പൂർത്തിയാക്കാനും ആളുകളുടെ തിരക്കാണ് അനുഭവപ്പെടുന്നത്. കാരണം താറിൻ്റെ 5 ഡോറാണ് ഇപ്പോൾ പുതിയതായിട്ട് അവർ ലോഞ്ച് ചെയ്തത്. ഒരുപാട് സ്പെസിഫിക്കേഷൻ ഉണ്ട് വാഹനത്തിന്. അപ്പോൾ അതൊക്കെ ഈ ഒരു M&Mൻ്റെ ഒരു റാലിക്ക് കാരണമായി. ടോപ്പ് ലൂസേഴ്സിൽ ഡിവിസ് ലാബ്, SBI ലൈഫ്, ഡോക്ടർ റെഡ്ഡി, ഫാർമ സെക്ടറുള്ള 2 കമ്പനീസിൽ ചെറിയൊരു പ്രോഫിറ്റ് ബുക്കിംഗ് കണ്ട ഒരവസ്ഥയിലാണ്. ഗ്ലോബൽ മാർക്കറ്റിൽ ഏറ്റവും ടോപ്പിൽ ബിറ്റ്കോയിൻ 58,000, ബ്രന്റ് ഓയിൽ 79, ഗോൾഡും $2,468, $12 പെർ ഔൺസിന് ഇന്ന് ഉയർന്നു. ഓസ്ട്രേലിയ, ചൈന, കൊറിയ കാണാം ഏറ്റവും ടോപ്പിൽ നിന്ന്. നിക്കി ജപ്പാൻ മാർക്കറ്റ് 1,425 പോയിൻറ്റിൻ്റെ അതിശക്തമായൊരു റാലി ഉണ്ടാക്കി. ഡോ ഫ്യൂച്ചർ കഴിഞ്ഞ 2 ദിവസവും റാലി രേഖപ്പെടുത്തിയിരുന്നു. അതുകൊണ്ട് ഇന്ന് ഒരു കൺസോൾട്ടേഷനാണ്. ഇന്ത്യ വിക്സ് ഇന്ന് 7% ക്രാഷായി 14.29. ജർമ്മൻ, UK, ഫ്രാൻസ് മാർക്കറ്റുകൾ പൊതുവേ പോസിറ്റീവാണ്. FTSE UK മാർക്കറ്റ് ഏറ്റവും താഴെ കാണാം. ഒരു ചെറിയൊരു നെഗറ്റീവ് സെൻറ്റിമെൻറ്റ്സ് ആണ്. നമ്മുടെ മാർക്കറ്റ് ക്ലോസ് ചെയ്തതിന് ശേഷം, അതായത് ഇൻഡിപെൻഡൻസിലേക്ക് മുമ്പ് ക്ലോസ് ചെയ്തതിന് ശേഷം US മാർക്കറ്റിൽ പ്രധാനമായിട്ടും അവിടെ ഇൻഫ്ലേഷൻ ഡേറ്റ കൂൾ ഡൗൺ ആയതുകൊണ്ട് US മാർക്കറ്റ് അതിശക്തമായ രീതിയിൽ റാലി രേഖപ്പെടുത്തിയ അവസ്ഥയിലാണ് നമുക്ക് ഇന്നലെ ഉണ്ടായിരുന്നത്. ഇന്ന് നേരത്തെ കണ്ടപോലെ തന്നെ IT കമ്പനീസിൻ്റെ ഒരു ശക്തമായിട്ടുള്ളൊരു റാലി. BSE ലിസ്റ്റഡ് കമ്പനീസ് ഇന്നൊരു സിംഗിൾ ഡേ കൊണ്ട് 7 ലക്ഷം കോടി മാർക്കറ്റ് ക്യാപ്പ് ആഡായിട്ടുണ്ട്. HDFC ബാങ്ക് ഒരു പ്രോഫിറ്റ് ബുക്കിങ്ങിന് ശേഷം കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട്. നിഫ്റ്റിയുടെ അല്ലെങ്കിൽ ബാങ്ക് നിഫ്റ്റിയുടെ എല്ലാം തന്നെ ഏകദേശം 500 പോയിൻറ്റ് HDFC ബാങ്കും ICICI ബാങ്കും കൂടിയാണ് കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുള്ളത്. താറിൻ്റെ റോക്സും ഓട്ടോമൊബൈൽ സെക്ടറിൽ നിന്ന് M&Mഉം ടാറ്റ മോട്ടോഴ്സും ഉൾപ്പെടെയുള്ള കമ്പനീസ് എല്ലാം തന്നെ മികച്ച രീതിയിലുള്ളൊരു പിന്തുണ നൽകി. നമ്മുടെ റിയാലിറ്റി സെക്ടറിൽ നിന്നും DLFും മികച്ചൊരു 5% ഒരു റാലി രേഖപ്പെടുത്തി. നിഫ്റ്റിയുടെ ഒരു പോയിൻറ്റിൻ്റെ അടിസ്ഥാനത്തിൽ ആരൊക്കെയാണ് ഏറ്റവും മികച്ച കോൺട്രിബ്യൂട്ടർ എന്ന് നോക്കുകയാണെങ്കിൽ HDFC നിഫ്റ്റിയിലാണ് ആകെ നമുക്ക് ഇന്ന് പോയിട്ടുള്ളത് 397 പോയിൻ്റാണ്. 24,541 പോയിൻ്റാണ് ഇന്ന് റാലി രേഖപ്പെടുത്തിയത്. അപ്പോൾ സ്ക്രീനിൽ നിങ്ങൾക്ക് വിസിബിൾ ആണോ എന്ന് സംശയമുണ്ട് എനിക്ക്, എങ്കിൽ കൂടിയും റീഡബിൾ ആണെന്ന് തോന്നുന്നു. HDFC ബാങ്ക് ഈ നിഫ്റ്റി 397 പോയിൻറ്റ് റാലി രേഖപ്പെടുത്തിയല്ലോ, അതിൽ 41 പോയിൻറ്റും ആരാ കോൺട്രിബ്യൂട്ട് ചെയ്തത്? HDFC ബാങ്ക്. ICICI ബാങ്ക് 40 പോയിൻറ്റ്, ഇൻഫി 30 പോയിൻറ്റ്, TCS 27 പോയിൻറ്റ്, റിലയൻസ് 25 പോയിൻറ്റ്, ITC 21 പോയിൻറ്റ്, M&M 20 പോയിൻറ്റ്, ടാറ്റ മോട്ടോഴ്സ് 14 പോയിൻറ്റ്, HCL ടെക് 10 പോയിൻറ്റിൻ്റെ ഒരു കോൺട്രിബ്യൂഷൻ നടത്തി. കൊട്ടാക്കും ആക്സിസ് ബാങ്കും ടെക്കമ്മും 9 പെർസെൻറ്റേജ് അല്ല, പോയിൻ്റാണ്. അതായത് 397 പോയിൻറ്റിൽ HDFC ബാങ്ക് എത്ര പോയിൻ്റാണ്? 41 പോയിൻ്റാണ് കോൺട്രിബ്യൂഷൻ നടത്തിയിട്ടുള്ളത്. ഇനി ബാങ്ക് നിഫ്റ്റിയുടെ കാര്യം എടുക്കുകയാണെങ്കിൽ ബാങ്ക് നിഫ്റ്റി ഇന്ന് മൊത്തത്തിൽ മൂവ് ചെയ്തിട്ടുള്ളത് 789 പോയിൻ്റാണ് അല്ലേ, അതായത് 1.59% അവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. അതിൽ ICICI ബാങ്ക് എത്ര പോയിൻ്റാണ്? 264 പോയിൻറ്റ്. HDFC ബാങ്കോ 213 പോയിൻറ്റ്. അപ്പോൾ HDFC ബാങ്കും ICICI ബാങ്കും കൂടി മാത്രം ബാങ്ക് നിഫ്റ്റിയിൽ 500 പോയിൻറ്റിൻ്റെ ഒരു കോൺട്രിബ്യൂഷനാണ് നടത്തിയിട്ടുള്ളത്. മറ്റുള്ള ബാങ്കുകളുടെ എല്ലാം തന്നെ വാല്യൂസ് നിങ്ങൾക്ക് അവിടെ കാണാൻ സാധിക്കും. ഇനി നാളെ നമ്മളെ Q&A ഉണ്ട്. Q&Aയിൽ ചോദ്യങ്ങൾ ചോദിക്കേണ്ട വിധം കുറച്ച് നിബന്ധനയുണ്ട്. കാരണം എൻ്റെ വർക്ക് നിങ്ങൾ കുറച്ചും കൂടി ഈസി ആക്കണം. ഒന്ന്, നിങ്ങൾക്ക് ഇംഗ്ലീഷിൽ ചോദിക്കാം. അതായത് ഇംഗ്ലീഷിൽ എങ്ങനെയാണോ ടൈപ്പ് ചെയ്യുന്നത്, വേർഡ് മീനിങ്ങോ ഗ്രാമറോ അതൊന്നും വലിയ പ്രശ്നമില്ല, ഇംഗ്ലീഷിൽ ടൈപ്പ് ചെയ്യാം. 2, നിങ്ങൾ മലയാളം, ഇപ്പോൾ എല്ലാ ആൾക്കാരുടെയും മൊബൈലിൽ മലയാളം കീബോർഡ് ഉണ്ടല്ലോ അല്ലേ, ആ മലയാളം കീബോർഡ് ഉപയോഗിച്ചിട്ട് മലയാളത്തിൽ ടൈപ്പ് ചെയ്യാം. ഇത് രണ്ടും ആണ് നമ്മൾ
പരിഗണിക്കുകയുള്ളൂ. ഒന്ന് ഇംഗ്ലീഷ്, 2 മലയാളം കീബോർഡ്. അല്ലാതെ ഇംഗ്ലീഷ് ഇംഗ്ലീഷിൽ ടൈപ്പ് ചെയ്യുമ്പോൾ എനിക്കത് വായിച്ചെടുക്കാനുള്ള ഒരു പരിമിതിയുണ്ട്. മൂന്നാമത് ഇത് രണ്ടാണ് ആദ്യത്തെ നിബന്ധന. മൂന്നാമത്തെ നിബന്ധന, സ്റ്റോക്ക് റാലി ചെയ്യുമോ, സ്റ്റോക്കിൻ്റെ ഭാവി ഹോൾഡ് ചെയ്യാമോ, ബൈ ചെയ്യാമോ, അങ്ങനെയുള്ള ചോദ്യങ്ങൾക്കൊന്നും നമ്മൾ മറുപടി പറയില്ല. ഒന്നും വിരോധം വിചാരിക്കരുത്. അങ്ങനെ മറുപടി പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ട്രബിൾ ആവും. അതുകൊണ്ടാണ് മറുപടി പറയാത്തത്. അല്ലാതെയുള്ള ടെക്നിക്കൽ ഡൗട്ടുകൾ നിങ്ങൾക്ക് ചോദിക്കാം. ഫസ്റ്റ് കമൻറ്റിൽ ഗൂഗിൾ ഷീറ്റ് ഉണ്ട്. നിങ്ങളുടെ അവിടെ കൊടുത്തിരിക്കുന്ന ഡീറ്റെയിൽ ചോദ്യങ്ങളെല്ലാം ചോദിച്ചിട്ട് സബ്മിറ്റ് ചെയ്യുമ്പോൾ എനിക്ക് ആ ഡീറ്റെയിൽ കിട്ടും. കമൻറ്റിൽ നിന്ന് വാങ്ങിച്ചെടുക്കുക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടാണ്. അപ്പോൾ ആ ഒരു രീതിയാണ് നിങ്ങൾ ഫോളോ ചെയ്യണമെങ്കിൽ നമുക്കത് നല്ല ഭംഗിയായിട്ട് കൊണ്ടുപോകാം. അതായത് നാളെ ഞാൻ വേറൊരു ടോപ്പിക്ക് ഓൾറെഡി തന്നെ വീഡിയോ ഷൂട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പക്ഷേ നാളെ നമുക്ക് Q&A സെക്ഷൻ ആക്കാം. ഇനി ചോദ്യങ്ങൾ ചോദിക്കേണ്ട സമയപരിധി എന്ന് പറയുന്നത് നാളെ രാവിലെ ഒരു 11 മണി വരെ നിങ്ങൾക്ക് അതിൽ ചോദ്യം പോസ്റ്റ് ചെയ്യാം. നാളെ രാവിലെ 11 മണി വരെ നിങ്ങൾക്ക് അതിൽ ചോദ്യം പോസ്റ്റ് ചെയ്യാം. 11 മണിക്ക് ശേഷമുള്ളത് നമുക്കത് മേ ബി അത് നാളെ ഇൻ ബിറ്റ്വീൻ എനിക്ക് വീഡിയോ ഷൂട്ട് ചെയ്ത് വൈകിട്ട് എന്തെങ്കിലും ഒരു ട്രാവൽ പ്ലാനോ അല്ലെങ്കിൽ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് ബുദ്ധിമുട്ടാവും. 11 മണി വരെ നിങ്ങൾക്ക് ചോദ്യങ്ങൾ പോസ്റ്റ് ചെയ്യാം. കാരണം എനിക്ക് ഉച്ചയ്ക്ക് ട്രെയിനിങ് ഉണ്ട്. ആ ട്രെയിനിങ്ങിൻ്റെ ഇടയിൽ ഞാനത് വീഡിയോ ഷൂട്ട് ചെയ്ത് പോകും. അപ്പോൾ 11 മണി വരെ വീഡിയോ പോസ്റ്റ് ചെയ്യാം. അപ്പോൾ അതാണ് കാര്യങ്ങൾ. ഫസ്റ്റ് കമൻറ്റിൽ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇംഗ്ലീഷിലോ അതല്ലെങ്കിൽ മലയാളത്തിലോ ടൈപ്പ് ചെയ്യുക. സ്റ്റോക്കുകളെ കുറിച്ചിട്ടുള്ള ഹോൾഡിങ്ങും പരിപാടി വേണ്ട. 11 മണി വരെ പോസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ നാളെ നമുക്ക് Q&A ആയിട്ട് കാണാം. ഞായറാഴ്ച മാർക്കറ്റ് ഔട്ട്ലുക്കായിട്ട് കാണാം. അപ്പോൾ എല്ലാവർക്കും ശുഭരാത്രി നേരുന്നു. താങ്ക് യു ഓൾ.